റിബൺ ഉപയോഗിച്ചിട്ട് റോസ് ഉണ്ടാക്കാവേ. അപ്പോൾ ആദ്യം വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു പീസിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ പീസുകളാക്കിയാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ബ്ലാക്ക് എടുക്കാം. അങ്ങനെ രണ്ടും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ട് അതുപയോഗിച്ചങ്ങ് ക്ലിപ്പിട്ടങ്ങ് വെച്ചു. അങ്ങനെ അതൊന്ന് 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സെറ്റായി വരും. അപ്പോൾ ഈ ക്ലിപ്പ് എടുത്ത് മാറ്റും. രണ്ട് സൈഡും ഇതേ രീതിയിൽ ഇങ്ങനെ മടക്കി ഒട്ടിച്ച് എടുക്കണം. അത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ അതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ക്ലിപ്പ് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അടുത്തത് വൈറ്റ് മാത്രമായിട്ട്, അടുത്തത് ബ്ലാക്ക് മാത്രമായിട്ടും. അങ്ങനെ 3 എണ്ണം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിന് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ചുറ്റിയെടുക്കണം. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. എന്നാലേ അതൊരു കറക്റ്റ് ഫ്ലവർ പോലെയൊക്കെയായി വരുള്ളൂ. അടുത്തത് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് ഇല വേണമല്ലോ. ഇല സെറ്റ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അത് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരെണ്ണം ഞാൻ ബ്ലൂവും ഒരെണ്ണം ഗ്രീനും എടുത്ത്. എൻ്റെ കയ്യിൽ ഗ്രീനും ബ്ലൂവും വേറെ ഇല്ലായിരുന്നു. ഈ വൈറ്റ് കളർ ഗ്ലിറ്റർ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വൈറ്റ് കളറാണ് കറക്റ്റായിട്ടൊന്ന് സെറ്റായി കിട്ടിയത്. അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.